السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. لولا الهوى لم ترق دمعا على طللي ولا أرقت لذكر الباني والعلم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയ സുഹൃത്തുക്കളെ, ഖസ്വീദത്തുൽ ബുറുദ തുടരുകയാണ്. ബൈത്ത് 5. ലമ്മ വല്ലത്തൽ മുസന്നിഫു അൽ മസ്ഊല ഫി ഇൻകാരിഹിൽ ഹുബ്ബ ഇസ്തദല്ല അലൈഹി ബി അദില്ല. കഴിഞ്ഞ വരികളിൽ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു തന്റെ സംബോധിതൻ പ്രണയത്തെ നിഷേധിക്കുന്ന വിഷയത്തിൽ, പ്രേമം നിഷേധിക്കുന്ന വിഷയത്തിൽ സത്യസന്ധനല്ല, നിങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രേമമുണ്ട്, സ്നേഹമുണ്ട് എന്ന് വാദിച്ചു. ആ വാദത്തെ തെളിവുകൊണ്ട് സ്ഥിരപ്പെടുത്തുകയാണ്, സ്ഥാപിക്കുകയാണ് ഈ വരികളിൽ. ലൗലൽ ഹവാ, സ്നേഹമില്ലായിരുന്നുവെങ്കിൽ, ലൗലൽ ഹവാ, സ്നേഹമില്ലായിരുന്നുവെങ്കിൽ, ലം തുരിഖ്, നിങ്ങൾ ചൊരിക്കുമായിരുന്നില്ല, ചിന്തുമായിരുന്നില്ല, ദംഅൻ, കണ്ണുനീരിനെ, അലാ ഖലലിൻ, തകർന്നടിഞ്ഞുപോയ വീടിന്റെ അവശിഷ്ടങ്ങൾക്കു വേണ്ടി. തകർന്നടിഞ്ഞുപോയ വീടിന്റെ അവശിഷ്ടങ്ങളെ ഓർത്ത് നിങ്ങൾ കണ്ണുനീർ പൊഴിക്കില്ലായിരുന്നു, കണ്ണുനീർ ചിന്തില്ലായിരുന്നു, സ്നേഹമില്ലായിരുന്നുവെങ്കിൽ. ലൗലൽ ഹവാ, സ്നേഹമില്ലായിരുന്നുവെങ്കിൽ, ലം തുരിഖ്, നിങ്ങൾ ചൊരിക്കില്ല, ചിന്തുകയില്ല, ദംഅൻ, കണ്ണുനീരിനെ, അലാ ഖലലിൻ, തകർന്നടിഞ്ഞ് തരിപ്പണമായ വീടിന്റെ അവശിഷ്ടങ്ങളെ ഓർത്തുകൊണ്ട്. വല അരിഖ്ത, നിങ്ങൾ ഉറക്കമിളക്കുകയുമില്ല, ഉറക്കമൊഴിക്കുകയുമില്ല, നിദ്രാവിഹീനനാകുകയുമില്ല. ലിസിക്കിരിൽ ബാനി വൽ അലമി, ബാൻ വൃക്ഷത്തെയും അലം പർവ്വതത്തെയും ഓർത്തതു കാരണമായിട്ട്, ഓർത്തതിന് വേണ്ടി. ഒന്നുകൂടി ബൈത്തിന്റെ അർത്ഥം സാധാരണക്കാരെ ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത്. ഈ പറയുന്നത് അപ്പടി അങ്ങ് എഴുതി വെക്കുക, വിശദീകരണം ശേഷം പറയാം. ലൗലൽ ഹവ, സ്നേഹമില്ലായിരുന്നുവെങ്കിൽ, ലം തുരിഖ്, നിങ്ങൾ ചിന്തില്ല, ചൊരിക്കില്ല, ദംഅൻ, കണ്ണുനീരിനെ, അലാ ത്വലലിൻ, തകർന്നടിഞ്ഞുപോയ വീടിന്റെ അവശിഷ്ടങ്ങളെ ഓർത്തുകൊണ്ട്. വല അരിഖ്ത, നിങ്ങൾ ഉറക്കമിളക്കുകയുമില്ല, ഉറക്കമൊഴിവാക്കുകയുമില്ല. എന്തിനു വേണ്ടി? ലിസിക്കിരിൽ ബാനി, ബാൻ ചെടിയെ, ബാൻ വൃക്ഷത്തെ, ബാൻ എന്നുപേരുള്ള വൃക്ഷത്തെ ഓർത്തത് കാരണമായിട്ട്. വൽ അലമി, അലം അതായത് ഒരു മല, പർവ്വതം, ആ പർവ്വതത്തെ ഓർത്തത് കാരണമായിട്ടും നിങ്ങൾ ഉറക്കമൊഴിവാക്കുകയുമില്ല. വിശദീകരിക്കാം. ഹവ എന്ന് പറഞ്ഞാൽ ഹവിയ യഹുവ എന്ന് പറയല്ലോ, അതിന്റെ മസ്ദറാണ്. അതുകൊണ്ട് ഉദ്ദേശ്യം സ്നേഹം. ഹവ എന്നുള്ളത് 3 അർത്ഥത്തിൽ വരാറുണ്ട്. അതിൽ ഒരർത്ഥം ഇഷ്ക്, മഹബത്ത്, സ്നേഹം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഉദ്ദേശ്യം സ്നേഹം, പ്രണയം. ഇനി മറ്റൊരർത്ഥമുണ്ട് മഹ്വിന്റെ മഅനക്ക്, അതായത് സ്നേഹിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ ഹവ മസ്ദർ വരാറുണ്ട്. ഹവായാ മഅർറക്ബിൽ യമാനീന മുസ്ഇദു എന്ന് കവി പറഞ്ഞില്ലേ, അവിടെയുള്ള ഹവായ കൊണ്ട് ഉദ്ദേശം മഹബൂബാണ്, മഹ്വി. അതും ഇവിടെ ഉദ്ദേശിക്കാം. അപ്പൊ എന്തായി അർത്ഥം? ലൗലൽ ഹവാ, നിങ്ങളുടെ പ്രേമഭാജനമില്ലായിരുന്നുവെങ്കിൽ. അപ്പൊ ഹവ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അർത്ഥം സ്നേഹം, അങ്ങനെ അർത്ഥം വെക്കുക. അതാണ് ഇപ്പൊ ഞാൻ ആദ്യം വെച്ചത്. രണ്ടാമതൊരു വിശദീകരണമുണ്ട്. ഇമാം ഖർബൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹവ എന്നുള്ളത് മഹ്വിന്റെ മഅനക്ക്, അതായത് മഹബൂബ്, പ്രേമഭാജനം എന്ന അർത്ഥത്തിലും വരാം. അപ്പൊ പണ്ഡിതന്മാര് ശ്രദ്ധിക്കുക, അങ്ങനെയാകുമ്പോൾ അവിടെയുള്ള ആ ഹവയിലുള്ള അലിഫ്ലാം ഇവളുൻ അനിൽ മുലാഫിലേഹി, അത് മുലാഫിലേഹിയെ തൊട്ട് ഇവളാണ്. ഐ ലൗലാ മഹ്ബൂബുക, നിങ്ങളുടെ പ്രേമഭാജനമില്ലായിരുന്നുവെങ്കിൽ, ലം തുരിഖ്, നിങ്ങൾ ചിന്തുകയില്ല. ദംഅൻ, അപ്പൊ രണ്ടർത്ഥം വെക്ക ഹവക്ക് എന്ന് ഞാൻ പറഞ്ഞുട്ടോ.
ഒരർത്ഥം ലൗലൽ ഹവ, പ്രണയമില്ലായിരുന്നുവെങ്കിൽ, സ്നേഹമില്ലായിരുന്നുവെങ്കിൽ ഒരർത്ഥം. മറ്റൊരർത്ഥം ലൗലൽ ഹവ, നിങ്ങളുടെ പ്രേമഭാജനം ഇല്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളില്ലായിരുന്നുവെങ്കിൽ എന്നർത്ഥം. ലം തുരിഖ്, നിങ്ങൾ ചിന്തുകയില്ല. ദംഅൻ, കണ്ണുനീരിനെ. അലാ ത്വലലിൻ, ത്വലൽ എന്ന് പറഞ്ഞാൽ മാ ബഖിയ മിൻ ആസാരി ദാരി മുർതഫിഅൻ, വീടിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന സംഗതികൾക്കാണ് ത്വലൽ എന്ന് പറയാം. തകർന്നടിഞ്ഞ വീടുണ്ടാവുമല്ലോ, ആ വീടിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഈ കുറ്റിച്ചുമര് എന്നൊക്കെ പറയും. കുറ്റിച്ചുമര്, വീട് തകർന്നാൽ കുറെ ഈ തൂണുകളും സംഗതികളൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ടാവുമല്ലോ. തകർന്നടിഞ്ഞ വീടിന്റെ ഉയർന്നു നിൽക്കുന്ന അവശിഷ്ടങ്ങൾക്കാണ് ത്വലൽ എന്ന് പറയാം. ഇനി അങ്ങനെ ഉയർന്നു നിൽക്കാതെ ഭൂമിയോട് ഒട്ടിച്ചേർന്നാൽ അതിനെക്കുറിച്ച് റസ്മ് എന്നും പറയും. അപ്പൊ ഇവിടെ അലാ ത്വലലിൻ, തകർന്നടിഞ്ഞ വീടിന്റെ അവശിഷ്ടങ്ങളെ ഓർത്തത് കാരണമായി, അവശിഷ്ടങ്ങളെ ചൊല്ലി നിങ്ങൾ കണ്ണുനീർ പൊഴിക്കില്ലായിരുന്നു. ഇമാം ഖർബൂതി പറയാം, യഹ്തമിലു അയ്യകൂന മുറാദുഹു ബിത്വലലി മക്കത്തൽ മുക്കറമ. ഇവിടെ ഈ ത്വലല്, തകർന്നടിഞ്ഞ വീടിന്റെ അവശിഷ്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കാൻ വകയുണ്ട്, എന്ത് സാധ്യതയുണ്ട്. മക്ക, പരിശുദ്ധമായ മക്ക ഉദ്ദേശിക്കാം. അപ്പൊ മക്കയെ ചൊല്ലി നിങ്ങൾക്കറിയില്ലായിരുന്നു. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും ഹിജറ പോയതോടുകൂടി തത്വത്തിൽ മക്ക തകർന്ന് തരിപ്പണമായ പോലെയായി. മക്കൾക്ക് ഒരുപാട് മഹത്വമുണ്ട്. പ്രധാന ഒരു മഹത്വം അഷ്റഫുൽ ഖൽഖിന്റെ മസ്ഖത്തുർ റഅസാൻ, തങ്ങൾ ജനിച്ച സ്ഥലമാണ്, തങ്ങൾ വളർന്ന സ്ഥലമാണ്. അപ്പൊ തങ്ങൾ മക്കയിൽ നിന്നും ഹിജറ പോയതോടെ, മദീനയിലേക്ക് പലായനം ചെയ്തതോടുകൂടി മക്ക തത്വത്തിൽ മഅനയിൽ തകർന്നടിഞ്ഞ പോലെയായി. കാരണം ഇത് മഅമൂരിയതുഹാ കാനത് ബികൗനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹാ, മക്കയുടെ പ്രധാനമായ വളർച്ചയും അതിന്റെ പ്രധാനമായ ആ ഒരു പരിപാലനവുമൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലുണ്ട് എന്നതുകൊണ്ടായിരുന്നു. ഖുർആൻ പറഞ്ഞില്ലേ, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഈ നാട് തന്നെയാണ് സത്യം. ഏതവസ്ഥയിൽ വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, തങ്ങൾ ഈ നാട്ടിൽ ഇറങ്ങിയ ആളാണ്. അപ്പൊ തങ്ങൾ ഈ നാട്ടിൽ ഹാലായ അവസ്ഥയിൽ ഈ നാട് തന്നെയാണ് സത്യം. അപ്പോ ആ മക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ തെരഞ്ഞെടുത്ത ഒരു സ്ഥലമാകുന്നത് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അവിടെ ഇറങ്ങി എന്ന ഒരു മഹത്വം കൊണ്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ തത്വത്തിൽ മക്ക ഒരു ഖരിബത്തായി എന്നാണ് കവി പറയുന്നത്. അങ്ങനെയാകുമ്പോ അഷ്റഫുൽ ഖൽഖിന്റെ മക്കയെ ഓർത്തതിനു വേണ്ടി മഹബൂബിന്റെ നാടിനെ ചൊല്ലി നിങ്ങൾ കണ്ണുനീർ പൊഴിക്കില്ലായിരുന്നു എന്നാണ് ആ പറയുന്നത്. കേട്ടോ, വേറെയും ആശയങ്ങളും അർത്ഥങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞ അർത്ഥം എന്തായി? ലൗലൽ ഹവാ, സ്നേഹമില്ലായിരുന്നുവെങ്കിൽ, ലം തുരിഖ്, നിങ്ങൾ ചിന്തില്ല, ചൊരിക്കില്ല, ദംഅൻ, കണ്ണുനീരിന്, അലാ ത്വലലിൻ, തകർന്നടിഞ്ഞ വീടിന്റെ അവശിഷ്ടങ്ങളെ ചൊല്ലി നിങ്ങൾ കണ്ണുനീർ പൊഴിക്കില്ല. വല അരിഖ്ത, നിങ്ങൾ ഉറക്കമിളക്കുകയുമില്ല, ഉറക്കമൊഴിക്കുകയുമില്ല. ലിദിക്രിൽ ബാനി, ബാൻ ചെടിയെ ഓർത്തത് കാരണമായിട്ട്. ബാൻ എന്ന് പറഞ്ഞാൽ ഷജറുൻ ത്വയ്യിബുർ റീഹി, നല്ല സുഗന്ധമുള്ള നല്ല വാസനയുള്ള ഒരു വൃക്ഷമാണ്. നല്ല വാസനയുള്ള ഒരു വൃക്ഷം, അതിനാണ് ബാൻ എന്ന് പറയാം. വയുത്തഖദു മിൻഹു ദുഹ്നുൻ യുഅറഫു ബിദുഹ്നിൽ ബാൻ. ഇതാണ് ബാൻ ചെടിയുടെ എണ്ണ എന്നറിയപ്പെടുന്ന ഒരു എണ്ണ അതിൽ നിന്നും ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ബാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ല പരിമളം പരത്തുന്ന ഒരു വൃക്ഷം, നല്ല സുഗന്ധം വഴിയുന്ന ഒരു വൃക്ഷം, നല്ല വാസനയുള്ള ഒരു മരം. ഇമാം ഖർബൂതി പറയാണ്, അൽ മുറാദു ബിഹി ഷജറുൽ മഅഹൂദു അൽ ഖരീബു മിൻ മക്ക അല്ലദീ കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്ലിസു തഹ്ത വയുകാലിമുൽ സുഹാബ. ഇവിടെ എന്തും ഉദ്ദേശ്യമാവാം. മക്കയോടടുത്ത് നിൽക്കുന്ന അറിയപ്പെട്ട ഒരു പ്രത്യേക മരം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ താഴെയിരുന്ന് തന്റെ സ്വഹാബാക്കളോട് വർത്തമാനം പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രത്യേക വൃക്ഷമാകാനും സാധ്യതയുണ്ട്. വലാരിഖ്ത, നീ ഉറക്കമിളക്കുകയുമില്ല. ലിദിക്രിൽ ബാനി,
ബാൻ വൃക്ഷത്തെ ഓർത്തത് കാരണമായിട്ട്. ബാൻ വൃക്ഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, നല്ല സുഗന്ധമുള്ള വാസനയുള്ള ഒരു മരം. വൽ അലമി, അലം എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജർ തങ്ങൾ ഉംദയിൽ പറയുന്നു, യുത്ലഖു അലാ മആനിൻ, അതിന് പല അർത്ഥങ്ങളുമുണ്ട്. മിൻഹൽ ജബൽ, അതിലൊരർത്ഥമാണ് പർവ്വതം, മറ്റൊന്ന് റുംഹ്, കുന്തം. രണ്ടുമാവാം. അതായത് ഉദ്ദേശിക്കുന്നത് ഐ വലാ സഹർത്ത, നീ ഉറക്കമൊഴിക്കില്ല, ലിദിക്രിൽ ബാനി, ബാൻ ചെടിയെ ഓർത്തത് കാരണമായിട്ടും, വൽ അലമി, പർവ്വതത്തെ ഓർത്തത് കാരണമായിട്ടും, അൽ കാഇനൈനി ബി മഹല്ലിൽ മഹബൂബി, പ്രേമഭാജനത്തിന്റെ നാട്ടിലുള്ളതായ. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ്. ഇനി അവിടെ ആ അലമുകൊണ്ട്, ആ പർവ്വതം എന്ന് പറഞ്ഞാൽ മക്കയിലെ ഒരു പർവ്വതമാണ്. അത് അബീ ഖുബൈസ് പർവ്വതമാണ്. അതല്ല ഹിറാ ഗുഹയാണ്. ഇങ്ങനെ പല വിശദീകരണങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പല വിശദീകരണങ്ങളുമുണ്ട്. ഈ പറഞ്ഞതനുസരിച്ച് അലമ് അതുപോലെ തന്നെ ബാനി എന്ന് പറഞ്ഞാൽ അത് അതിന്റെ യഥാർത്ഥ മാനക്ക് തന്നെയാണ്, വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇനി അവിടെ എന്തുമാകാം. വയഹ്തമിലു അന്നഹു ശബ്ബഹൽ മഹ്ബൂബ ബിഹിമാ ഫീ ത്വീബി റായിഹത്തി വഹുസ്നിൽ ഹൈഅത്തി വതൂലിൽ ഖാമ. ഇവിടെ ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു ഈ ബാനി അലമ് എന്ന് പറഞ്ഞതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിനോട് സദൃശ്യപ്പെടുത്തിയതുമാവാം. ഏത് വിഷയത്തിൽ? നല്ല സുഗന്ധത്തിന്റെ വിഷയത്തിലും, അതുപോലെ നല്ല നല്ല ഒരു ആകൃതി, നല്ലൊരു അവസ്ഥ, ആ വിഷയത്തിലും ഒക്കെ മഹബൂബിനെ, തന്റെ പ്രേമഭാജനത്തെ അതിനോട് സാദൃശ്യപ്പെടുത്തിയതുമാവാം. അങ്ങനെയും ഉദ്ദേശിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ഈ വരിയുടെ അർത്ഥം. ഒന്നുകൂടെ പറയാം. ലൗലൽ ഹവാ, സ്നേഹമില്ലായിരുന്നുവെങ്കിൽ, പ്രേമമില്ലായിരുന്നുവെങ്കിൽ, ലം തുരിഖ്, നീ ചിന്തില്ല, ചൊരിക്കില്ല, ദംഅൻ, കണ്ണുനീരിനെ, അലാ തൊലലിൻ, തകർന്നടിഞ്ഞ വീടിന്റെ അവശിഷ്ടങ്ങളെ ചൊല്ലി, വല അരിഖ്ത, നീ ഉറക്കമിളക്കുകയുമില്ല, ലിദിക്രിൽ ബാനി, ബാൻ വൃക്ഷത്തെ ഓർത്തത് കാരണമായിട്ട്, വൽ അലമി, പർവ്വതത്തെയും ഓർത്തത് കാരണമായിട്ട്. അതായത് നിന്റെ പ്രേമഭാജനമാകുന്ന റസൂലുള്ളാഹിന്റെ നാട്ടിലുള്ള ആ പർവ്വതത്തെയും, അത് അബീ ഖുബൈസ് പർവ്വതമാകാം, ഹിറാ ഗുഹയാവാം, മറ്റു വല്ല മലകളുമാവാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലായി വിശ്രമിച്ചിരുന്ന മലയാവാം, ഏതോ ആകട്ടെ, അതൊക്കെ ഓർത്തത് കാരണം നീ ഉറക്കമൊഴിക്കുകയും ഉറക്കമിളക്കുകയും ചെയ്യുമായിരുന്നില്ല കേട്ടോ. ഞാൻ ബൈത്തിന് ചില ബൈത്ത്, അതുകൊണ്ട് ചില ചികിത്സകളൊക്കെ അവിടെ ഹർപ്പുദ്ദിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആവശ്യക്കാരവിടെ നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടാനുള്ള ഒരു വഴിയായി, ആഫാത്ത് മുസീബത്തുകളിൽ നിന്ന് കാവൽ കിട്ടാനുള്ള ഒരു വഴിയായി ഇത് സ്വീകരിക്കട്ടെ. തങ്ങളെ പൊരുത്തവും തൃപ്തിയും ഇരുലോകത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.